ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അക്കൗണ്ടന്റിന് ഉണ്ടായിരിക്കേണ്ട 5 സ്കിൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം, എന്നാലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastudyclass@gmail.com ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്നെ ഡൗട്ട്സുകൾ ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഞാനത് ക്ലിയർ ചെയ്തിട്ട് തരും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടില്ല, കാരണം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഫോൺ എടുക്കില്ല. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഹൈലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ്? ഒരു അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കേണ്ട 5 സ്കിൽസുകളെ കുറിച്ചിട്ടാണ്. നമ്പർ 1, അക്കൗണ്ടിങ് നോളേജ് ഉണ്ടായിരിക്കണം. അതായത് അക്കൗണ്ടിങ് ബേസിക്സ് എല്ലാം അറിഞ്ഞിരിക്കണം. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, എങ്ങനെയാണ് ജേണൽ എൻട്രി പാസ് ചെയ്യുക, ജേണൽ എൻട്രി ചെയ്യുമ്പോൾ ഇതിൻ്റെ റൂളുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. എല്ലാറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എൻ്റെ ക്ലാസ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ക്യാഷ് ഫ്ലോ എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുക, ഇതിലെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കുക. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയറിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്കൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മളുടെ ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, അതായത് അസറ്റ് ലയബിലിറ്റി ഒക്കെ എന്തെല്ലാം ഉണ്ട്, എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, ഇതെല്ലാം നമ്മൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം. തേർഡ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടൊരു എക്സൽ നോളേജ് ഉണ്ടായിരിക്കണം. അതായത് എക്സലിലെ ഫോർമുലാസ്, അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് എക്സൽ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് ബേസിക് ഫോർമുലകളും അതേപോലെ തന്നെ അഡ്വാൻസ് ഫോർമുലകളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫോർത്ത് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്കൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇപ്പോൾ ടാലി ഉണ്ട്, സോഹോ ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഡീപ്പായിട്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ എങ്ങനെയാണ് വൗച്ചർ എൻട്രി ചെയ്യുക, അതേപോലെ തന്നെ ഇൻവെൻട്രി അതിലെങ്ങനെയാണ് ചെയ്യുക, ഒരു പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിലും ഡിഫറെൻറ്റ് തരത്തിലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡീപ്പായിട്ട്, ഇപ്പോൾ ടാലി നമുക്ക് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞു വിചാരിക്കുക, ബാക്കി ഏത് സോഫ്റ്റ്വെയറും ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക, അതിലെങ്ങനെയാണ് റെസിപ്റ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ അടുത്തതെന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, നമ്മൾക്ക് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് നമ്മളുടെ ബിസിനസ്സിലെ മാറ്റങ്ങളെ വിലയിരുത്താൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് ഒരു പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നും എന്താണ് നമ്മൾക്ക് ഫോർകാസ്റ്റിംഗ് ചെയ്ത് നമുക്കൊരു ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ
ഒരു ബഡ്ജറ്റ് നമ്മളൊരു എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് വെക്കും. ഇപ്പോൾ സെയിൽസ് നമ്മൾക്ക് ഇത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ആ പീരീഡ് കഴിഞ്ഞ് നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മൾ എന്തുമാത്രം ഉണ്ട്, എന്തുമാത്രം വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ അത് എന്തുകൊണ്ട് ഉണ്ടായി, ഇനി കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് GST അതേപോലെ തന്നെ TDSും അറിഞ്ഞിരിക്കണം. അപ്പോൾ GST എന്താണ്, എൻട്രീസും അറിഞ്ഞിരിക്കണം. അതേപോലെ ഇതെല്ലാം ഫയലിങ്ങും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എങ്ങനെയാണ് ഫയൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടും ഡീപ്പായിട്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.